Good morning. See, what is this? It is Kit Kat. Do you like Kit Kat? Yes, all of you like Kit Kat. Children, if you get this packet, what will you do? എന്ത് ചെയ്യും? Of course, you will eat it. തിന്നും, അല്ലേ? But today, we don't eat Kit Kat. നമ്മൾ കിറ്റ് കാറ്റ് തിന്നുന്നില്ല. പിന്നെയോ? We are going to learn how to read words. വാക്കുകൾ എങ്ങനെ വായിക്കാം എന്നാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഒപ്പം റൈമിംഗ് വേർഡ്സിനെ കുറിച്ചും പഠിക്കാം. See this? Can you read it? Kit. It is so easy to read. It is from Kit Kat. How is the word written? 3 letters are used here. K-I-T. Kit എന്ന വാക്ക് എഴുതാൻ K-I-T എന്ന 3 അക്ഷരങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ മലയാളത്തിൽ കിറ്റ് എന്ന് എങ്ങനെ എഴുതും? ക എഴുതി ഈ അടയാളം ഇട്ടു, അപ്പോൾ കി. റ്റ എഴുതി ചന്ദ്രക്കല ഇട്ടു, റ്റ്, കിറ്റ്, അല്ലേ? അങ്ങനെയാണ് നമ്മൾ മലയാളത്തിൽ എഴുതുന്നത്. മലയാള ഭാഷയിൽ ഒരക്ഷരം എഴുതിയാൽ അത് ഏത് വാക്കിൽ വന്നാലും അങ്ങനെ തന്നെ വായിക്കും. ഇപ്പോൾ കടല എന്നാണ് എഴുതേണ്ടതെങ്കിൽ 3 അക്ഷരങ്ങൾ ക, ഡ, ല. അത് ഓരോന്നും അങ്ങനെ തന്നെയാണ് വായിക്കുന്നത്. അത് ചേർത്ത് വായിച്ചാൽ മാത്രം മതി. കടല. അതുപോലെ കല, ക, ല എഴുതി കഴിഞ്ഞാൽ കല എന്ന് തന്നെ വായിക്കാം. കട ആണെങ്കിൽ ക, ഡ എഴുതിയാൽ കട എന്നു തന്നെ വായിക്കാം. മലയാളത്തിൽ അക്ഷരം എങ്ങനെയാണോ ഉച്ചരിക്കുന്നത് ആ രീതിയിൽ തന്നെ വാക്കിലും പറയും. അതുകൊണ്ട് മലയാള ഭാഷ ഒരു അക്ഷരോച്ചാരക ഭാഷ എന്ന് നമുക്ക് പറയാം. എന്നാൽ ഇംഗ്ലീഷ് അങ്ങനെയല്ല. ഓരോ അക്ഷരവും ഓരോ ശബ്ദത്തെ കാണിക്കുന്നു. ഒരക്ഷരത്തിന് തന്നെ പല വാക്കുകളിൽ പല ശബ്ദം ഉണ്ടാകാം. അതുകൊണ്ട് ഇംഗ്ലീഷ് ഒരു ശബ്ദോച്ചാരക ഭാഷയാണ്. അഥവാ ഇംഗ്ലീഷ് ഈസ് എ ഫൊണറ്റിക് ലാംഗ്വേജ്. കിറ്റിലെ കാര്യം നോക്കൂ. കെ എഴുതിയാൽ ശബ്ദം ക്ക്. ഐ എന്ന അക്ഷരത്തിന് ഇ എന്ന ശബ്ദം. ക്ക്, ഇ, കി. ടി വരുമ്പോൾ ട് ശബ്ദം. കിറ്റ്. ക്ക്, കി, കിറ്റ്. കെ എഴുതിയാൽ ക്ക്, കെ ഐ ചേർന്ന് വരുമ്പോൾ കി, ടീയും കൂടി ചേർന്ന് വരുമ്പോൾ ട് എന്ന ശബ്ദം കൂടെ ചേർന്ന് വരുന്നു, അപ്പോൾ കിറ്റ്. ഇതുപോലെ വരുന്ന മറ്റ് ചില വാക്കുകൾ കൂടി നമുക്ക് നോക്കാം. ഇപ്പോൾ ബി എന്ന അക്ഷരം എഴുതുമ്പോൾ ശബ്ദം ബ്. ബിനോടൊപ്പം ഐയുടെ ഈ ശബ്ദം കൂടി ചേർന്ന് വരുമ്പോൾ ബി, ബ്, ബി. അതോടൊപ്പം ടി കൂടി വരുന്നു. ടിക്ക് ശബ്ദം ട്. ബി, ട്, ബിറ്റ്, ബിറ്റ്. ബ്, ബി, ബിറ്റ്. ഇനി എഫ് വന്നാൽ ശബ്ദം ഫ്. എഫിനോടൊപ്പം ഐ ചേർന്ന് വരുമ്പോൾ ഫി, ഫ്, ഫി. അതോടൊപ്പം ടി കൂടി വന്നാലോ ട്. ഫ്, ഫി, ഫിറ്റ്, ഫിറ്റ്. H, the sound is h. When we use I after H, H-I, he. T, the sound is T. When we write T with H-I, it becomes hit. H, he, hit. When we write L, the sound is L. L-I, li. L-I-T, lit. L, li, lit. When we write P, the sound is P. P-I-P. P-I-T, pit. P, P, pit. When we write S, it is S. The sound is
S. SIC. SIT, sit. S, C, sit. When we write W, it is W. WI, we. WIT, wit. We, wit. Now we can read the words once more. Look here. Each letter. B, B, bit. F, fi, fit. H, he, hit. K, ki, kit. L, li, lit. P, pi, pit. S, si, sit. W, we, wit. Read the words with me. എൻ്റെ ഒപ്പം വായിക്കൂ. ബിറ്റ്, ഫിറ്റ്, ഹിറ്റ്, കിറ്റ്, ലിറ്റ്, പിറ്റ്, സിറ്റ്, വിറ്റ്. പറയാൻ നല്ല രസമുണ്ടല്ലേ? ഒരു താളത്തിലാണ് പറയുന്നത്. ബിറ്റ്, ഫിറ്റ്, ഹിറ്റ്, കിറ്റ്, ലിറ്റ്, പിറ്റ്, സിറ്റ്, വിറ്റ്. ഒരേ ശബ്ദം എല്ലാ വാക്കിലും വരുന്നതുകൊണ്ട് താളത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വാക്കുകളെ നമ്മൾ റൈമിംഗ് വേർഡ്സ് എന്നാണ് പറയുന്നത്. ഈ റൈമിംഗ് വേർഡ്സ് എല്ലാവരും പറഞ്ഞു നോക്കൂ. കൂടുതൽ റൈമിംഗ് വേർഡ്സുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.